ഹലോ ഗൈസ്, നമുക്കൊന്നൊരു നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് മസാല എല്ലാം ആഡ് ചെയ്തിട്ടുള്ളൊരു സ്പെഷ്യൽ നൂഡിൽസാണ്. ആദ്യം ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിൽ സവാള ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നല്ല വഴറ്റിയെടുക്കുക. നമുക്കിനി മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അതിന് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നൂഡിൽസ് എടുക്കാം. ഞാൻ ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള ഇൻഡോമിയുടെ നൂഡിൽസാണ് എടുക്കാൻ പോകുന്നത്. ഇതിന് ഹൈലൈറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഓയിലാണ്. ഈ ഓയിൽ നൂഡിൽസിന് നല്ല ടേസ്റ്റ് കിട്ടാനുള്ളതാണ്. എന്നിട്ട് നമുക്കിതെല്ലാം ഇളക്കി കൊടുത്ത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ്. വെള്ളം തിളപ്പിച്ച് ഒഴിക്കുക. അല്ലെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം തിളച്ച് നൂഡിൽസ് ഇട്ട് കൊടുത്താലും മതി. നമുക്കിനി നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു നൂഡിൽസ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചെടുക്കണം, അല്ലെങ്കിൽ നൂഡിൽസ് വേവാനുള്ള സാധ്യത കുറവാണ്. നമുക്കിനി അതിലേക്ക് മസാലപ്പൊടികൾ ആ പാക്കറ്റിൽ കിട്ടുന്ന മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സവാളയിൽ കുറച്ച് ഉപ്പിട്ടായിരുന്നു. അത് നമ്മളാ സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മാത്രമേ അപ്പം ഇടാൻ പറ്റുള്ളൂ. ഇതിൽ ഓൾറെഡി സാൾട്ടും ചില്ലിയൊക്കെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നൂഡിൽസ് ഇവിടെ റെഡിയാണ്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ നൂഡിൽസ് നമ്മൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് എല്ലാവരും ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനെല്ലാം മസാല എല്ലാം ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.